അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ ഹദാ വനബിയിൽ മുസ്തഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുർത്തള അമാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ക്യൂക്യൂഡിയിലേക്ക് അവർക്കും സ്വാഗതം. നിനക്ക് മുമ്പ് ഏതൊരു ദൂതനെയും പ്രവാചകനെയും നാം അയച്ചിട്ട് അദ്ദേഹം ഓതി കേൾപ്പിക്കുന്ന സമയത്ത് ആ ഓതി കേൾപ്പിക്കുന്ന കാര്യത്തിൽ പിശാച് തന്റെ ദുർബോധനം ചെലുത്തിവിടാതിരുന്നിട്ടില്ല. എന്നാൽ പിശാച് ചെലുത്തിവിടുന്നത് അള്ളാഹു മായ്ച്ചു കളയുകയും എന്നിട്ട് അള്ളാഹു തന്റെ വചനങ്ങളെ പ്രബലമാക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. ഈ ആശയം വരുന്ന ഖുർആൻ വചനം ഏത് എന്നതാണ് ഇന്നത്തെ ചോദ്യം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്നതാണ് ഇസ്തിആദത്തിന്റെ, ശരണം തേടുന്നതിന്റെ, രക്ഷ തേടുന്നതിന്റെ ഒരു വചനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരങ്ങളെ, ഇതര ഗ്രന്ഥങ്ങളെ പോലെ കണക്കാക്കാവുന്ന ഒന്നല്ല വിശുദ്ധ ഖുർആൻ. ഒരു ഗ്രന്ഥത്തിലെ ഉള്ളടക്കം ശരിക്ക് ഗ്രഹിക്കുകയും അത് മനഃപ്പാഠമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീടത് വായിക്കുന്നതിൽ വലിയ പ്രയോജനമൊന്നുമില്ല. കുറഞ്ഞ പക്ഷം മറന്നു പോകാതിരിക്കുവാനായി ഇടയ്ക്കോരോന്ന് നോക്കി വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ്. അത് ഓതുന്നത് തന്നെ ഒരു പുണ്യകർമ്മമാണ്. അതിലെ വിജ്ഞാനങ്ങൾക്ക് ഒടുക്കമില്ല. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും മുമ്പ് കാണാത്ത പല വിജ്ഞാനങ്ങളും തത്വങ്ങളും പുത്തനായി അതിൽ നിന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കും. വിശ്വാസദാർഢ്യവും മാനസിക പരിവർത്തനവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും കാരുണ്യത്തിലുമുള്ള ആവേശവും ആഗ്രഹവും അവന്റെ ശിക്ഷയെയും കോപത്തെയും കുറിച്ചുള്ള ഭയവും അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അതിലെ ദൃഷ്ടാന്തങ്ങൾ കൂടുതൽ സ്പഷ്ടമായിക്കൊണ്ടിരിക്കും. ആശ്ചര്യങ്ങൾ കൂടുതലായിക്കൊണ്ടിരിക്കും. ഒരു ഹദീസിൽ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയും: വഫളു കലാമില്ലാഹി അലാ സായിരിൽ കലാം കഫളില്ലാഹി അലാ ഖൽഖിഹി. അല്ലാഹുവിന്റെ വചനത്തിന് ഇതര വചനങ്ങളെ അപേക്ഷിച്ചുള്ള ശ്രേഷ്ഠത അല്ലാഹുവിന് അവന്റെ സൃഷ്ടികളെ അപേക്ഷിച്ചുള്ള ശ്രേഷ്ഠത പോലെയാകുന്നു എന്ന്. ഇതാണ് ഖുർആനും ഇതര വചനങ്ങളും തമ്മിലുള്ള താരതമ്യത്തിന്റെ ചുരുക്കം. വിശുദ്ധ ഖുർആൻ പാരായണം ആരംഭിക്കുമ്പോൾ അഊദു ചൊല്ലേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. 16-ാം അധ്യായം 98-ാം വചനം. നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടുക. മനുഷ്യന്റെ പൊതു ശത്രുവാണ് പിശാച്. അവൻ മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ് എന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പിശാചിനോട് മൃദുലമായ സമീപനം സ്വീകരിക്കുന്നത് അവന്റെ ഉപദ്രവം വർദ്ധിക്കാൻ മാത്രമേ കാരണമാകുകയുള്ളൂ. അവന്റെ ഉപദ്രവത്തിൽ നിന്ന് അവനെ പടച്ച അള്ളാഹുവിനോട് തന്നെ കാവൽ തേടുകയാണ് ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടാനുള്ള മാർഗം. പിശാച് തന്റെ ദുർബോധനങ്ങളുമായി പ്രവാചകന്മാരുടെയും എല്ലാ മനുഷ്യരുടെയും അടുക്കലും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജ് 22-ാം അധ്യായം 52-ാം വചനം. وما أرسلنا من قبلك من رسول ولا نبي إلا إذا تمنى ألقى الشيطان في أمنيته فينسخ الله ما يلقي الشيطان ثم يحكم الله آياته വല്ലാഹു അലീമുൻ ഹകീം. നിനക്ക് മുമ്പ് ഏതൊരു ദൂതനെയും പ്രവാചകനെയും നാം അയച്ചിട്ട് അദ്ദേഹം ഓതി കേൾപ്പിക്കുന്ന സമയത്ത്
ആ ഓതി കേൾപ്പിക്കുന്ന കാര്യത്തിൽ പിശാച് തന്റെ ദുർബോധനം ചെലുത്തിവിടാതിരുന്നിട്ടില്ല. എന്നാൽ പിശാച് ചെലുത്തിവിടുന്നത് അള്ളാഹു മായ്ച്ചു കളയുകയും എന്നിട്ട് അള്ളാഹു തന്റെ വചനങ്ങളെ പ്രബലമാക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. എന്നാൽ അള്ളാഹുവിനോട് അടുത്ത അവന്റെ അടിമകൾക്ക് അള്ളാഹു പിശാചിന്റെ ദുർബോധനത്തിൽ നിന്ന് രക്ഷ നൽകും. എന്നാൽ പിശാചിന്റെ വലയിൽ വീണവർ അവനവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകന്ന് പിശാചിലേക്ക് അടുത്തത് കാരണമാണ് ദുർമാർഗത്തിൽ പെട്ടുപോയത്. ഈ ആയത്ത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. 15-ാം അധ്യായം 42-ാം വചനം. അള്ളാഹു തആല പറയുന്ന ഈ ആയത്തിന്റെ ആശയം എങ്ങനെയാണ്? എന്റെ അടിമകളുടെ മേൽ നിനക്കൊരു സ്വാധീനവുമില്ല, നിന്നെ പിന്തുടർന്ന വഴിപിഴച്ച ആളുകൾ ഒഴികെ എന്നാണ്. നമ്മുടെ പിഴവുകൾക്ക് നാമാണ് കാരണക്കാർ. പിശാചിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം പരലോകത്തെ അവസ്ഥ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ ആയത്ത് അള്ളാഹു നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ അള്ളാഹു നമ്മോട് പഠിക്കുവാനും ഉൾക്കൊള്ളാനും കൽപ്പിച്ചിട്ടുണ്ട്. ഖുർആനിലൂടെ കൃത്യമായി ആശയങ്ങൾ നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം 22-ാം വചനം അള്ളാഹു പറയുകയാണ്, വിധി തീർപ്പുണ്ടായി കഴിഞ്ഞാൽ പിശാച് പറയും, അള്ളാഹു നിങ്ങൾക്ക് സത്യമായ വാഗ്ദാനമാണ് നൽകിയത്. ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു, പക്ഷേ ഞാൻ അത് ലംഘിച്ചു. എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളെ ക്ഷണിച്ചുവെന്നു മാത്രം. അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. അതിനാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ട, നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. എനിക്ക് നിങ്ങളെ രക്ഷിക്കാനാവില്ല, നിങ്ങൾക്ക് എന്നെയും രക്ഷിക്കാനാവില്ല. നേരത്തെ നിങ്ങൾ എന്നെ അള്ളാഹുവിന് പങ്കാളിയാക്കിയിരുന്നതിനെ ഞാനിതാ നിഷേധിക്കുന്നു. തീർച്ചയായും അക്രമികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അള്ളാഹുവേ, പിശാചിന്റെ എല്ലാ വസ്വാസുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ നാഥ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.